ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ് ഹാഡ്. ഐ ഷുഡ് ഹാവ് എ കാർ എന്ന് പറയുന്നതും ഐ ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് രണ്ടും വ്യത്യാസം ഉണ്ട്. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ പറയാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഫ്രണ്ടിന് കാറൊന്നുമില്ല. അപ്പോൾ യു ഷുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിനക്കൊരു കാറ് വേണം, നീ ഒരു കാറ് വാങ്ങൂ. യു ഷുഡ് ഹാവ് എന്ന് പറയുന്ന യു ഷുഡ് ഓൺ എന്ന മീനിങ്ങിലാണ്, നിനക്ക് സ്വന്തമായി വേണം എന്നർത്ഥത്തിൽ. അത് ഒരു അഡ്വൈസ് ആണ്, നമ്മൾ ഉപദേശിക്കില്ലേ, അതേപോലെ നമ്മൾ സജസ്റ്റ് ചെയ്യും. യു ഷുഡ് ബൈ എ കാർ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് യു ഷുഡ് ഹാവ് എ കാർ. അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയാണ് പറയുന്നത്. യു ഷുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നീ ഒരു കാറ് വാങ്ങൂ, നിനക്കൊരു കാറ് വേണം. അതേസമയം യു ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അത് പ്രസൻറ്റ് മൊമെൻറ്റിലാണ്, നമ്മൾ പ്രസൻറ്റ് ടൈമിലാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുകയാണ്, യു ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിനക്ക് ഒരു കാറ് വേണമായിരുന്നു, അതായത് സ്വന്തമായി ഉണ്ടാവുക. ഹാവ്, നീ ഓൺ ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. അത് പാസ്റ്റിലെ കാര്യമാണ്. പാസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുകയാണ്. നിനക്ക് അന്നൊരു കാറ് വേണമായിരുന്നു. ഇപ്പോൾ കാറുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല, അന്ന് നിനക്ക് ഒരു കാറ് വേണമായിരുന്നു. അന്ന് നീ വെഡ്ഡിങ്ങിന് പോയില്ലേ, അന്ന് നിനക്കൊരു കാറ് വേണമായിരുന്നു, അങ്ങനെ പറയില്ലേ. അപ്പോൾ അതൊരു പാസ്റ്റിലെ കാര്യം, ഇല്ലാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ യു ഷുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. അതേസമയം യു ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ നിനക്ക് അന്ന് ആ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞു പോയ ആ ദിവസങ്ങളിൽ നിനക്കൊരു കാറ് വേണമായിരുന്നു എന്നാണ്. യു ഷുഡ് ഹാവ് ഹാഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്കൊരു ബൈക്ക് വേണമായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല, മുൻപ്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാവാം, ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പാവാം, ചിലപ്പോൾ ഒരു മാസം മുമ്പാവാം. അന്ന് ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അങ്ങനെ പറയുന്നത്. യു ഷുഡ് ഹാവ് ഹാഡ് എന്നുപയോഗിക്കുമ്പോൾ ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കൂ. യു ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഹാഡ് ആണ് അല്ലേ. ആ ഹാഡ് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഹാവ് ആണ്. ഹാവ്, ഹാഡ്, ഹാഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം പഠിച്ചിട്ടില്ലേ. യു ഷുഡ് ഹാവ് ഗോൺ ദർ എന്ന് പറഞ്ഞാൽ അർത്ഥം നീ അവിടെ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് വിസിറ്റഡ് ദർ എന്ന് പറഞ്ഞാൽ നീ അവിടെ വിസിറ്റ് ചെയ്യണമായിരുന്നു എന്നാണ്. അവിടെയൊക്കെ നമ്മൾ ഷുഡ് ഹാവ് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ V3 ഫോമാണ്. അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ പാസ്റ്റിനെ പറ്റി, പാസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുന്നതാണ്, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നതാണ്. അവിടെയാണ് ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത്. ഇവിടെ യു ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ ആ ഹാഡ് ഇതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഹാവ് ആണ്, അല്ലെങ്കിൽ V3 ഫോം ഓഫ് ഹാവ് ആണ്. യു ഷുഡ് ഹാവ് പർച്ചേസ്ഡ് സം ഡ്രസ്സസ്. നീ കുറച്ച് ഡ്രസ്സസ് വാങ്ങണമായിരുന്നു. വാങ്ങിയില്ല, പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ വാങ്ങണമായിരുന്നു എന്നാണ് പറയുന്നത്. യു ഷുഡ് ഹാവ് പർച്ചേസ്ഡ് സം ഡ്രസ്സസ്. യു ഷുഡ് ഹാവ് ഗോൺ ടു ദ ഹോസ്പിറ്റൽ. നീ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഗോൺ, അതും വേർബിൻ്റെ V3 ഫോമാണ്. ഗോ എന്നതിൻ്റെ V3 ഫോമാണ് ഗോൺ. അതുപോലെ തന്നെയാണ് യു ഷുഡ് ഹാവ് ഹാഡ് എ ബൈക്ക്. യു ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ. നിനക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാകണമായിരുന്നു. അത് ഓൺ ചെയ്യണമായിരുന്നു എന്നാണ്. അത് സ്വന്തമായി ഉണ്ടാകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ ദോസ് ഡേയ്സ്. ആ ദിവസങ്ങളിൽ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിനക്കൊരു കമ്പ്യൂട്ടർ വേണമായിരുന്നു. യു ഷുഡ് ഹാവ് ഹാഡ് മൈ നമ്പർ യെസ്റ്റർഡേ. നിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഇന്നലെ ഉണ്ടാകണമായിരുന്നു. ചിലപ്പോൾ ഇന്നായിരിക്കാം നമ്പർ കിട്ടിയത്, ഇന്നലെ നിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നലെ നിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഹാഡ് മൈ നമ്പർ യെസ്റ്റർഡേ. അപ്പോൾ യു ഷുഡ് ഹാവ് എ കാർ എന്ന് പറയുന്നതും യു ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻ്റ് ആണ്. അത് മനസ്സിലായല്ലോ?